SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. എനിക്കൊരു ഫോൺ മേടിക്കണം, അതിന് 20,000 രൂപയാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഞാൻ 2,000 രൂപ വെച്ച് ഒരു മാസം മാറ്റി വെച്ചാൽ 10 മാസം കൊണ്ട് അത് 20,000 രൂപയാവും. എനിക്ക് നേരെ പോയി ഫോൺ മേടിക്കാം. അസ്യൂമിങ് ഫോണിന്റെ വില അത്ര തന്നെ ആയിരിക്കും. ഇതൊരു എക്സാമ്പിൾ മാത്രമാണല്ലോ. അതായത് എനിക്ക് വരുന്ന സാലറിയിൽ നിന്ന് ഞാൻ ഒരു മാസം 2,000 രൂപ വെച്ച് എൻ്റെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റിയിടാണ്. അപ്പോൾ 10 മാസം കൊണ്ട് 20,000 രൂപയായി. എനിക്ക് പോയി ആ ഫോൺ മേടിക്കാം. സിമ്പിൾ അല്ലേ? അതേസമയം എൻ്റെ സാലറി അക്കൗണ്ടിൽ നിന്ന് 20,000 രൂപ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിന് പകരം ഞാനൊരു SIP, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അപ്പോഴും 2,000 രൂപ ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ സാലറിയിൽ നിന്ന് ഈ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, എവിടെയാണോ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യണേ, എന്തോ ആയിക്കോട്ടെ, അതൊന്ന് അസ്യൂം ചെയ്താൽ മതി, അങ്ങോട്ട് 2,000 രൂപ പൊയ്ക്കൊണ്ടിരിക്കും അല്ലേ? എൻ്റെ സേവിങ്സ് അക്കൗണ്ടിലേക്കല്ല, ഞാനൊരു SIP ചെയ്യാണ്. അപ്പം 2,000 രൂപ കൊണ്ടിരിക്കും. അപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കുക, 10 മാസം 2,000 വെച്ചിട്ടു 20,000 രൂപയായി. അതിൻ്റെ ഒപ്പം ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ടിങ്ങിലൂടെ കുറച്ച് എക്സ്ട്രാ പൈസയും കൂടി ആ 20,000ത്തിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുറച്ച് പൈസ കൂടിയില്ലേ? അപ്പം അതല്ലേ നല്ലത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. എൻ്റെ സേവിങ്സ് അക്കൗണ്ടിലല്ല, പുറത്ത് ഞാൻ എക്സ്ട്രാ ഒരു പ്ലാൻ എടുത്തേക്കാനാണ് എവിടെയാണെങ്കിലും. അപ്പോൾ ഇൻട്രസ്റ്റിലൂടെയും കോമ്പൗണ്ടിങ് കൂടെയും കുറച്ച് പൈസ കൂടി, അതെന്തോ ആയിക്കോട്ടെ, അത് ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, മ്യൂച്വൽ ഫണ്ടാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കാം, അതെങ്ങനെ 10 മാസം കഴിയുമ്പോൾ 20,000 രൂപ കൂടുതലല്ലോ, കുറയുകയും ചെയ്യാം. കാരണം മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റോക്സിലും ബോൺസിലും അല്ലേ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്കും താഴത്തും പോകുന്നതിനനുസരിച്ച് പൈസ കുറയാനും ചാൻസ് ഇല്ലേ? അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൽ ഇടുന്നതല്ലേ നല്ലത്. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത് സാധാരണ ഒരു ഫോൺ മേടിക്കാനല്ല. അതൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ലോങ് ടേം വെൽത്ത്, ഒരു 10 വർഷം കഴിയുമ്പോൾ എനിക്ക് ഇത്ര പൈസ വേണം എന്നൊരു കാൽക്കുലേഷനിൽ, അല്ലെങ്കിൽ ലോങ് ടേമിൽ ഇപ്പൊ നടക്കുന്ന പോലെ പൈസ ഇല്ല എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു 500 രൂപ വെച്ച് എക്സാമ്പിൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്തിട്ട് ഒരു 10-12 വർഷം അല്ലെങ്കിൽ ഒരു 9 വർഷം കഴിയുമ്പോൾ എനിക്ക് ഇത്ര പൈസ വേണം എന്നുള്ള ഒരു കാൽക്കുലേഷന്റെ ലോങ് ടൈമിലേക്കാണ് നമ്മൾ SIP ചെയ്യുന്നത്. അല്ലാതെ 10 മാസം കഴിയുമ്പോൾ ഒരു ഫോൺ മേടിക്കാനല്ല. അപ്പോഴും നമുക്ക് ചോദിക്കാം, മാർക്കറ്റ് കൂടിയും മുകളിലേക്കും താഴത്തേക്കും പോയാലിരിക്കുള്ളൂ, അപ്പൊ പിന്നെ എങ്ങനെ പൈസ കൂടും എന്ന് പറയണേ? അപ്പൊ ഒരു ചെറിയ എക്സാമ്പിൾ വെച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ നമ്മളൊരു മരം നടുകയാണ്. ഓക്കെ, മരം നട്ടിട്ട് നമ്മൾ ആ കായ് ഫോർ എക്സാമ്പിൾ കുഴിച്ചിട്ടിട്ട് എല്ലാ ദിവസവും ചെന്നിട്ട് ആ കായ് മുളച്ചോ എന്ന് നോക്കിയിരുന്നാൽ ചിലപ്പോൾ ഒന്നും നടക്കൂല അല്ലെ? കുറച്ച് കഴിയുമ്പോൾ നോക്കി നമുക്ക് മടുക്കും, നമ്മളത് മറക്കും. അതിനിടയ്ക്ക് മഴ വരാം, മഞ്ഞ് വരാം, എന്തോ ആയിക്കോട്ടെ, വെള്ളപ്പൊക്കം വരാം. പക്ഷെ നമ്മള് ആ കായ് അവിടെ ഇട്ടിട്ട്, ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാവൊക്കെ ആണെങ്കിൽ നമ്മള് കായ് കുഴിച്ചിട്ടിട്ട് വെള്ളം പോലും ഒഴിക്കണമെന്ന് വിചാരിച്ചോ, പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അത് മേളിലേക്ക് തന്നെ വരും അല്ലെ? അതൊരു മാവായി മാറും. അതാണ് ലോങ് ടേം എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത്. ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് മറക്കണം എന്നല്ല പറഞ്ഞത്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കുറച്ച് നാൾ പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മാർക്കറ്റ് മുകളിലേക്ക് പോയാലും താഴത്തേക്ക് വന്നാലും നമ്മൾ പൈസ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് കൂടി. ലോങ് ടൈമിൽ മുകളിലേക്കേ വരുള്ളൂ എന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. പക്ഷെ മാർക്കറ്റ് ആണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ കോമ്പൗണ്ടിങ് എന്നുള്ളൊരു വേർഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അത് വേറെ ഒന്നുമല്ല. ഇപ്പൊ ഞാൻ 2,000 ഇടുന്നു ഒരു മാസം. ഓക്കെ, അടുത്ത മാസം 2,000 ഇടുന്നു. അപ്പൊ ആദ്യത്തെ മാസം ഞാൻ ഇട്ട 2,000 രൂപയിൽ ഒരു 20,000 കൂടി. ഓക്കെ, നമുക്ക് റിട്ടേൺ കിട്ടി. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോ രണ്ടാമത്തെ മാസം ആകുമ്പോൾ ആദ്യത്തെ 2,000 രൂപ മാത്രമല്ല, അതിൽ നിന്ന് കൂടിയ 20 രൂപയല്ലേ, ആ 20 രൂപയും കൂടി നമുക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ കിടന്ന് സ്റ്റോക്കിന്റെ മൂവ്മെന്റ്സ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്ന് ആലോചിച്ചൊക്കെ. ഒന്നും കൂടി ബ്രേക്ക് ഡൗൺ ചെയ്തു പറയാം. നമ്മൾ മരത്തിന്റെ കായിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു സീഡ് നമ്മൾ കുഴിച്ചിട്ടിട്ട്, കായ് കുഴിച്ചിട്ടിട്ട് അതൊരു മരമായി എന്ന് വിചാരിച്ചോ. ആ മരത്തിൽ നിന്ന് ഇപ്പൊ മാവാണെങ്കിൽ മാങ്ങ ഉണ്ടായി, ഉണ്ടാവണ മാങ്ങയിന്നും ഒരു സീഡ് ഉണ്ടാവുമല്ലോ, അതും താഴത്ത് വീണ് വേറൊരു മരം ഉണ്ടാവണം എന്ന് വിചാരിച്ചോ. അതായത് നമ്മളിട്ട സീഡാണ് നമ്മുടെ പൈസ, പക്ഷെ അത് മുളച്ച് വന്ന് മരം ആയെന്ന് വീണ്ടും അവിടെ ഉണ്ടാവുന്ന മാങ്ങ, അതാണ് നമ്മൾ റിട്ടേൺ. അതിൽ നിന്ന് സീഡ് ഉണ്ടാവുന്നുണ്ട്, അതും വേറൊരു മരം ആയി മാറുകയാണ്. അതായത് റിട്ടേണും നമുക്ക് വേണ്ടി വർക്കാവുന്നു. FDയിൽ 1,000 ഇട്ടാ ഇത്ര ഇൻട്രസ്റ്റ് കിട്ടും നമുക്ക് നേരത്തെ അറിയാം. ഇട്ട പൈസയെ വളരണുള്ളൂ, കോമ്പൗണ്ടിങ് നടക്കുന്നില്ല. അതായത് എത്ര കൂടിയോ ആ കൂടിയ എമൗണ്ട് അവിടെ നമുക്ക് വേണ്ടി വർക്കാവുന്നില്ല, അത് ഫിക്സ്ഡ് ആണ്.
അപ്പോൾ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമുക്ക് വേണ്ടി ചോദിക്കാം, ഇപ്പൊ 2018 വെള്ളപ്പൊക്കമൊക്കെ വന്നില്ലേ, അതുപോലെ ഒരു വെള്ളപ്പൊക്കം വന്ന എല്ലാം ഒലിച്ചു പോയില്ലേന്ന് ചോദിക്കാം. പക്ഷെ ഒന്ന് ആലോചിക്കേ, വെള്ളപ്പൊക്കം വന്നപ്പോഴും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ സസ്റ്റെയിൻ ചെയ്തു അല്ലെ. വീണ്ടും അന്ന് കുഴിച്ചിട്ട സീഡ് വളർന്നു തന്നെ വന്നേക്കുന്നത്. ആ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തൊന്നും നടന്നില്ലെങ്കിലും അത് കഴിഞ്ഞ് വീണ്ടും ഇതെല്ലാം മുകളിലേക്ക് തന്നെ വരുന്നത്. എല്ലാം മുമ്പോട്ടല്ലേ പോകണ്ടേ. അപ്പോൾ SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. മാർക്കറ്റിന്റെ പോക്കനുസരിച്ച് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ബാങ്ക് വഴി നേരിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇപ്പൊ ഗ്രോ, കുവേര, Paytm മണി, അതേപോലെ ഒരു ആപ്പ് വഴി നമുക്കും തുടങ്ങാം. അതല്ലെങ്കിൽ ഇപ്പൊ SBI, ICICI അവരുടെയൊക്കെ മ്യൂച്വൽ ഫണ്ട് നമുക്ക് ബാങ്ക് വഴി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിച്ച് നോക്കും, ഇതിനെയൊക്കെ എങ്ങനെ വിശ്വസിക്കും അല്ലെ. ഇപ്പൊ ഗ്രോ, കുവേര, Paytm മണി എന്നൊക്കെ പറയുന്നത് എങ്ങനെ ഇതിനെയൊക്കെ വിശ്വസിക്കും. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് SIP വഴി ഒരു AMCയിലേക്കാണ്, ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിലേക്കാണ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് ഒരു വാതില് മാത്രമാണ്. ഈ കാണുന്ന വാതില് പോലെ ഒരു എൻട്രി പോയിന്റ് മാത്രമാണ്. അതിൻ്റെ അകത്ത് AMCs ഉണ്ട്, കമ്പനികൾ, അതായത് അസറ്റ് മാനേജ്മെന്റ്, നമ്മുടെ പൈസ എല്ലാം മാനേജ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അവർക്കാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അതാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനി. ആ കമ്പനികളെല്ലാം സെബി ഡയറക്റ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന കമ്പനികളാണ്. അതായത് ഗവൺമെന്റിന്റെ ബോഡിയായ സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അവര് റെഗുലേറ്റ് ചെയ്യുന്ന കമ്പനികളാണ്. അതുകൊണ്ട് നമ്മുടെ പൈസ എവിടെയും പോകുന്നില്ല. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗ്രോ ആപ്പ് ലെറ്റ്സ് ഒരു ദിവസം ഇല്ല, നമ്മൾ നോക്കുമ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരിക്കലും ആവില്ല. അങ്ങനെ ആയാലും നമ്മൾ പേടിക്കേണ്ട, നമ്മുടെ പൈസ ആപ്പിലല്ല, ഈ AMCസിലാണ്. ഈ AMCസിനെ കൺട്രോൾ ചെയ്യുന്നത് സെബിയാണ്. പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഇപ്പൊ എന്റെ കാര്യം എടുത്താൽ, പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് എന്ന് പറയില്ലേ, വെറുതെ ഇവിടെ നിന്ന് പറയല്ലോ. ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ SIP മ്യൂച്വൽ ഫണ്ടിൽ. അത് ഒരു ഡിസിപ്ലിൻ ഫോം ചെയ്യാൻ വേണ്ടി കൂടി ഞാൻ ചെയ്തതാണ്. അതായത് സാലറി കിട്ടുമ്പോൾ ഇത്ര പൈസ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. എനിക്ക് വേണമെങ്കിൽ എനിക്കിഷ്ടമുള്ള എമൗണ്ട് ആക്കാം ഓരോ മാസം പോണത്. പക്ഷെ കറക്റ്റ് ഒരു എമൗണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുമ്പോൾ ഒരു ഡിസിപ്ലിൻ ആയിട്ട് സാലറിന്ന് പൊക്കോളും. ഓർക്കണം, ഇത് EMI അടഞ്ഞു പോകുന്നതല്ല, നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കോമ്പൗണ്ടിങ്ങിലൂടെ ഫ്യൂച്ചറിൽ നമുക്ക് വേണ്ടി പൈസ ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതൊരു അഡ്വൈസ് അല്ല, ഇത് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, ഡോണ്ട് ഓവർ തിങ്ക്. കുറെ ഇങ്ങനെ അന്വേഷിച്ച് ആലോചിച്ച് പോയിട്ട് കാര്യമില്ല. എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ എടുത്താൽ ജസ്റ്റ് സ്റ്റാർട്ട് അല്ലെ. മാസം 500 രൂപ നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂലേ. ഒരു മാസം കുറച്ച് പൈസ അധികം സാലറി ഒക്കെ നല്ലോണം കൂടുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ കൂട്ടാം. അപ്പൊ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ 500 രൂപ വെച്ച് ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്ത് നോക്കിയേ. ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയോ പൈസ നമ്മൾ സേവ് ചെയ്തു, കോമ്പൗണ്ടിങ് ആയി എന്നൊക്കെ. സോ വെൽത്ത് ബിൽഡിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. എല്ലാവരും ചെയ്യണം. ഡോണ്ട് വേസ്റ്റ് ടൈം. എല്ലാവരും ചെയ്യണം. ഡോണ്ട് വെയിറ്റ്, ജസ്റ്റ് സ്റ്റാർട്ട്.